അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് വളഞ്ഞു വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇപ്പോഴെങ്കിലും പ്രോപ്പറായിട്ട് വീണാൽ മതിയായിരുന്നു. ഓ സൈഡ് പോയി വണ്ടിയുടെ സൈഡ് പോയി. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു സ്റ്റുവർട്ട് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ഭീമഞ്ചി ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇന്നുള്ളത് ഒരു വെറൈറ്റി ട്രക്കാണ് ഗൈസ്. നമ്മൾ ഈ സിറ്റിക്കകത്ത് വന്നിട്ട് ഏതാണ്ട് 2-3 മാസമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീട് പണി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ജോലി കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു ക്വാറിയിലാണെന്ന് വർക്കിന് വന്നിട്ടുള്ളത്. ഇവിടുത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അത്യാവശ്യം നല്ല സൈസുള്ള ഒരു കല്ലുണ്ടല്ലോ, അത് ഇവർ ട്രെയിലറിലാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നിങ്ങൾ ആ വെള്ള മാർക്ക് കാണുന്നുണ്ടോ അങ്ങ് ദൂരെ ഗൈസ്, അവിടെ നമ്മൾ കൊണ്ടുപോകണം ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സോ നമുക്ക് നമ്മുടെ വണ്ടി പതിയെ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ ഈ മിഷൻ സ്റ്റാർട്ട് ആവും. നമുക്ക് 15 മിനിറ്റ് ആണെന്ന് തോന്നുന്നു ഇവർ തന്നിട്ടുള്ള ടൈം. അതിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. വഴിയൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തായാലും നമ്മുടെ മിഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നൈസ് ആട്ടോ ഗൈസ്. അടിപൊളി വണ്ടിയാണ്. പക്ഷെ പഴയ മോഡൽ വണ്ടിയായതുകൊണ്ട് കൺട്രോളിങ്ങിലൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ട്. നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് കറക്റ്റ് മുകളിൽ ടൈമർ പോകുന്നുണ്ട് കേട്ടോ. ടൈമർ പ്രശ്നമാവും. ലെറ്റ്സ് ഗോ ഗൈസ്. തട്ടാതെ മുട്ടാതെ കൊണ്ടുപോകണം. കാരണം അത്യാവശ്യം നല്ല പണിയാണ് ഇത് കൊണ്ടുപോകാൻ. ഇപ്പൊ കാണുന്ന പോലെ അല്ല, അങ്ങോട്ട് പോകുന്ന വഴിക്ക് നല്ല ഇറക്കം കാര്യങ്ങളൊക്കെയാണ്. സോ വണ്ടിയുടെ കൺട്രോള് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. എടാ, ചെറുതായിട്ട് തിരിക്കുമ്പോൾ തന്നെ തിരിഞ്ഞു പോകുന്ന കേട്ടോ. പവർ സ്റ്റിയറിംഗ് അല്ല കേട്ടോ ഗൈസ്. ഈ വണ്ടി പഴയ വണ്ടി ആട്ടോ. ഞാൻ ഇപ്പോഴേ പറയുവാണ് ഗൈസ്, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് അറിയത്തില്ലേ വണ്ടി. ഒരുപാട് പഴയ വണ്ടിയാണേ. ഇച്ചിരി സീനാണ് നമ്മൾ മാച്ച് കൊണ്ട് നടക്കാനായിട്ട്. നല്ല പാടാട്ടോ ഗൈസ് ഈ വണ്ടി കൊണ്ട് നടക്കാനായിട്ട്. സോ നമ്മളതിലാണ് പുള്ളിക്കാരൻ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ളത്. ലെറ്റ്സ് ഗോ. ഫോണൊക്കെ പക്ക വർക്കിംഗ് ആട്ടാ. നമുക്ക് ഒരുപാട് ഗിയറൊന്നും മാറണ്ട. ലെറ്റ്സ് ഗോ. അടിപൊളിയായിട്ട് വണ്ടി വളഞ്ഞൊക്കെ വരും കേട്ടോ. അളിയാ, തട്ടാതെ കൊണ്ടുപോകണം. ഭയങ്കര സീനാണ് ഈ വണ്ടി. ആ കല്ല് ഇവിടെ എവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവര് ഏതാ ഒടിഞ്ഞു വരുന്നതാണ്ടോ വണ്ടി. ലെറ്റ്സ് ഗോ. നമ്മൾ ഏതാണ്ട് എത്തി ഗൈസ്. നമ്മൾ കല്ലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെലിവറി ചെയ്യണം. അടുത്ത അതാണ് പരിപാടി. ഇതിനെ ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ഇവരെന്തോ ഞെക്കി കഴിഞ്ഞാൽ കണക്ട് ആവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോഴെങ്കിലും പ്രോപ്പറായിട്ട് വീണാൽ മതിയായിരുന്നു. ലെറ്റ്സ് ഗോ ഗൈസ്. വീണിട്ടുണ്ട്, സംഭവം വീണിട്ടുണ്ട് കേട്ടാ. നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇതിനെ ഒരു സീനും ഇല്ലാണ്ട് കൊണ്ടുപോകണം ഗൈസ്. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. സംഭവം വലിയ കല്ലാട്ടോ, അത്യാവശ്യം വലിയ കല്ലാണ്. ലെറ്റ്സ് ഗോ. എന്താളിയ, നല്ല സൈസ് ഉണ്ട് കേട്ടോ കല്ലിന് ഗൈസ്. സൈഡ് അത്രയും പ്രശ്നം കേട്ടോ. വണ്ടി വലിക്കുന്നില്ലടേ. സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വരട്ടെ. ലെറ്റ്സ് ഗോ. സെക്കൻഡ് ഗിയറിലാട്ടാ ഗൈസ് പോണത്. ഇവര് വഴി കറക്റ്റ് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. ഇങ്ങോട്ടാണ് വഴി കാണിക്കണേ. എടാ, അവിടെ നല്ലൊരു യൂട്ടേൺ ഉണ്ട് കേട്ടാ. നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ പോവാ ഗൈസ്. കാരണം ഇച്ചിരി പ്രശ്നമാണ് ഇവിടുത്തെ സ്ഥലമൊക്കെ. ശരിയല്ലേ, നമുക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ വണ്ടി കൊടുക്കണം. ലെറ്റ്സ് ഗോ. സൈഡ് പോയി വണ്ടിയുടെ സൈഡ് പോയി ഗൈസ്. ഈ സൈഡ് കല്ലാട്ടാ. നമ്മള് എടാ ടയർ പോയെന്നാ തോന്നണേ. എൻ്റെ അളിയ ഗൈസ്, നമ്മളെ ടയർ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അവിടെ ടയർ പണിയായിട്ടുണ്ട് കേട്ടാ. വണ്ടി സെറ്റാക്കാൻ പറ്റും നോക്കട്ടെ ഗൈസ്. നമ്മളെ വണ്ടിയെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ടയറെല്ലാം നമ്മൾ മാറ്റി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് പഴയ ടയറിൽ ഇനി ഓടാൻ പറ്റത്തില്ല. ടയർ കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് കളയെ കിടക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ ടയറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് സമയം ഭയങ്കര കുറവാട്ടോ. ഇപ്പൊ തന്നെ ഏതാണ്ട് 3 മിനിറ്റ്സ് ആവാറായി.
നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് 15 മിനിറ്റ്സേ ഉള്ളൂ, അതിനകത്ത് നമുക്ക് എത്തിക്കണം. അതാണ് വേറൊരു പ്രശ്നം. നമ്മളെ ടയർ നേരത്തെ പണി കിട്ടിയ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഗിയറിൽ ഇറക്കുന്നതായിരിക്കും ഗൈസ് നല്ലത്. നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ ഇറങ്ങി പോവാം. ലെറ്റ്സ് ഗോ. എടാ ആ സൈഡ് കേറാണ്ട് പോണം കേട്ടാ. ലെറ്റ്സ് ഗോ. നമ്മൾ ഫുള്ള് ഗിയറിലാണ് കേട്ടാ ഗൈസ് വണ്ടി ഇറക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാല് എടാ അപ്പുറത്ത് കേറുന്നുണ്ട് പണ്ടാരം. കേറിക്കഴിഞ്ഞാൽ പണിയാണ് കേട്ടാ. ഒരു വലിയ യൂട്ടേൺ ഉണ്ട് കേട്ടാ. നമുക്ക് ഫുള്ള് റൈറ്റ് കയറ്റിയിട്ട് ലെഫ്റ്റ് ഓടിക്കാം. ലെറ്റ്സ് ഗോ. അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് വളഞ്ഞു വന്നിട്ടുണ്ട്. എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്ന കേട്ടോ ഗൈസ്. നമുക്ക് ഒരുപാട് നേരം എഞ്ചിൻ ബ്രേക്കിംഗ് ചെയ്ത് ഇറക്കണ്ട, പണിയാവും. നമുക്ക് നോർമലായിട്ട് തന്നെ ഇറക്കാം കേട്ടോ. കുറച്ചു നേരം ബ്രേക്ക് അപ്ലൈ ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മാത്രം എഞ്ചിൻ ബ്രേക്കിംഗ് കൊടുക്കാം കേട്ടോ. ഫ്രണ്ട് ആക്സിൽ ഒട്ടും ബലമില്ല ഗൈസ് ഈ വണ്ടിയുടെ. അതാണ് അവിടെ വണ്ടി തിരിഞ്ഞറേ. ആ കല്ലി കയറി കഴിഞ്ഞാൽ പണിയാണ് കേട്ടാ. ഓ ലെറ്റ്സ് ഗോ. വളഞ്ഞു വാ വളഞ്ഞു വാ. അത്രേ ഉള്ളൂ. നമ്മൾ ഏതാണ്ട് റോഡ് എത്താറായിട്ടുണ്ട് ഗൈസ്. ഒരു കിടില ഇറക്കോടെ. ഈ ഇറക്കം പ്രശ്നമാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നണേ. ലെറ്റ്സ് ഗോ. ഓക്കെ, ഇങ്ങോട്ട് തന്നെ. നമുക്ക് ഇനി സ്പീഡിൽ പോവാട്ടോ. ഏതാണ്ട് നമ്മള് ഇനി കുറച്ചു പേരും കൂടെ ഉള്ളൂ എന്നാ തോന്നേ. സെക്കൻഡ് ഗിയറിലാണ് ഗൈസ് പോണ. വണ്ടി വലിക്കില്ല കേട്ടോ. ഞാൻ ചോദിച്ചു റോഡ് എത്തുമ്പോൾ കുറച്ചുകൂടെ വലിക്കുമെന്നാ തോന്നേ. റോഡ് എത്തി കഴിയുമ്പോൾ കുറച്ചുകൂടെ വലിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ വലിക്കുന്നില്ല. ലെറ്റ്സ് ഗോ. ഇവിടെ വഴി കറക്റ്റ് പറഞ്ഞു തന്നിരുന്നേ കൊള്ളായിരുന്നു. ഇവന്മാരിങ്ങനെ ലൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോ 4th ഗിയറാണ് ഗൈസ് ഇട്ടേക്കുന്നേ. പോട്ടെ. പവർ സ്റ്റിയറിംഗ് ആയിരുന്നെങ്കിൽ വണ്ടി കുറച്ചുകൂടെ സ്പീഡിൽ പോവുക, നമുക്ക് കൺട്രോൾ കിട്ടുമായിരുന്നു. ഇതിപ്പോ മറ്റേ പഴയ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ് ഗൈസ്. വണ്ടി ഒട്ടും കൺട്രോൾ ഇല്ല. സോ നമ്മൾ സൂക്ഷിച്ചാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. ഇനി എത്ര ദൂരം ഇങ്ങനെ പോകണമെന്ന് അറിയത്തില്ലടേ ഗൈസ്. ഓക്കെ, 5th ഗിയർ കുറച്ച് ചവിട്ടി പോവാട്ടോ. കാരണം നമുക്ക് ടൈം ഭയങ്കര കുറവാണ്. കുറച്ച് സ്പീഡിൽ പോവാട്ടോ. നമ്മളിപ്പോ 5th ഗിയറാണ്. 6th ഗിയർ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ സോറി, 5th ഗിയർ ഇട്ടിരിക്കുകയാണ്. ഇനി ഒരു ഗിയർ കൂടെ ഉണ്ടെന്ന് തോന്നി വണ്ടിക്ക്. നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഓടിപ്പോട്ടെ കുറേ ദൂരം. എനിക്ക് തോന്നണം ഇനി ഓഫ് റോഡ് വലുതായിട്ട് കാണത്തില്ലെന്നാ തോന്നേ. ഓഫ് റോഡ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല ഗൈസ്. ഇനി കുറെ ദൂരം സ്ട്രീറ്റ് റോഡ് ആയിരിക്കും. കൺട്രോൾ കിട്ടുന്നില്ല. മറിയല്. ഓളിയാ വണ്ടി സൈഡ് തട്ടിയാട്ടാ. വണ്ടിക്ക് വല്ലതും പറ്റിയോളേ ഗൈസ്. അത് നമ്മൾ നല്ല സ്പീഡിൽ വന്നാ ടേൺ എടുത്ത് കേട്ടോ. അതാണ് അങ്ങനെ പറ്റിയത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് പോകണ്ട. ഇവിടെ നമുക്ക് ഇച്ചിരി സ്പീഡ് കുറച്ച് പോകണേ. ലെറ്റ്സ് ഗോ. ഈ ടേണൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡ് കുറയ്ക്കണം കേട്ടാ. അല്ലെങ്കിൽ ഗിയർ ഡൗൺ എങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഇവിടെ ഉണ്ട് കേട്ടാ ഗൈസ്. ഈ റോഡിലും വളവും തിരിവൊക്കെ ഉണ്ട് നല്ല. ലെറ്റ്സ് ഗോ. 3rd ഗിയർ ഇട്ടേക്കുവാണ് ഗൈസ്. വണ്ടി വലിക്കുന്നില്ല 3rd ഗിയറിൽ. നോക്കട്ടെ. ഓക്കെ, 2nd ഗിയർ വെച്ച് കൊടുക്ക. ലെറ്റ്സ് ഗോ. നമ്മൾ ഏതാണ്ട് എത്താറായി കേട്ടാ. ഇത്രേ ഉള്ളൂ. ഇത് ചെറിയ ടാസ്ക് ആയിപ്പോയി കേട്ടാ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. എടാ വണ്ടി ഗിയർ വീഴുന്നില്ല, വലിക്കുന്നില്ല സാധനം. വലി ഇവിടെ നിന്ന് എങ്ങോട്ടാടേ? യൂട്ടേൺ എടുക്കണോ? ഇവന്മാരെന്താ ഇത് സ്ഥലം ഇതല്ലേ? നമുക്ക് വഴി മാറിപ്പോയാ വന്ന വഴി. ഓ ഇത്രേ അടുത്തുള്ള കേട്ടോ. നമുക്ക് കുറച്ച് റിവേഴ്സ് എടുക്കേണ്ടി വരും.
കറക്കി കളിക്കുന്ന അവന്മാര്. ലെറ്റ്സ് ഗോ. എടേ ഗൈസ്, തേരി ഉണ്ട് കേട്ടാ, പണി വരുന്നുണ്ട് അവറാച്ച. ഞാൻ വിചാരിച്ചു ഇതോടെ തീർന്നു കേട്ടാ. ഇവിടെ അല്ലേ ഇവന്മാര് പറഞ്ഞ സ്ഥലം? ഇവിടെ ആയിരുന്നല്ലോ പണ്ടാരം. ഇനി നമ്മൾ തേരി കയറേണ്ടി വരും ഇവിടെ. ഇതിന്റെ അകത്ത് തന്നെ കേട്ടോ. യെസ് ഗൈസ്, നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് 15 മിനിറ്റ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ കറക്റ്റ് എത്ര മിനിറ്റിൽ? നമ്മൾ 8 മിനിറ്റിൽ 8.5 മിനിറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാട്ടോ ഗൈസ്. അപ്പോൾ